അങ്ങനെയാണ് 6/1/2026 രാവിലെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ സമയം ചോദിച്ച് എൻ്റെ വീട്ടിൽ വന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിലിവിടെ വന്ന ആൾക്കാരൊക്കെ അതിലുണ്ട്. നമ്പർ 1, വയനാട് കോൺഗ്രസ് നേതൃത്വ ക്യാമ്പിൽ 100 സീറ്റിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. പാർട്ടിയുടെ നിലപാടെന്താണ്? 2, ശബരിമല കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന CPM പ്രതിനിധികളുടെ പേരിൽ എന്തുകൊണ്ട് സംഘടന നടപടി സ്വീകരിക്കുന്നില്ല? 3, വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ നിലപാടിനോട് എന്തുകൊണ്ട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇതാണ് നിങ്ങൾ ചോദിച്ച 3 ചോദ്യം. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇതിൻ്റെ ഇടയിലാണ് ഒരു ടെലിവിഷൻ റിപ്പോർട്ടർ ഒരു ചെറിയ രൂപത്തിൽ പ്രകോപിതനായി വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ CPMനെ വിമർശിച്ചത്. ലീഗിനെയും ജമായത്തിനെയും എതിർക്കുന്ന നിലപാട് RSSന് അനുകൂലമാണെന്നും പ്രകോപിതനായി അദ്ദേഹം പറഞ്ഞു. ഇതിനുള്ള മറുപടിയിലാണ് ജമായത്തിനെ കുറിച്ചുള്ള പരാമർശം നടത്തിയത്. എന്നാൽ അന്നത്തെ ദൃശ്യമാധ്യമങ്ങളിൽ, അതായത് 6-ാം തീയതിത്തെ ഈ ഭാഗം ഒരു രൂപത്തിലും പ്രാധാന്യത്തോടു കൂടി വന്നിട്ടേയില്ല. ഒരു ദൃശ്യമാധ്യമം മാത്രമാണ് അത് കൈകാര്യം ചെയ്തത്. തൊട്ടടുത്ത ദിവസത്തെ ഒരു ദിനപത്രത്തിലും വാർത്ത വന്നിട്ടില്ല. എന്നാൽ 7/1/2006 ആ ദിവസം തന്നെ നേരത്തെ സൂചിപ്പിച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർ ജമായത്തെ പ്രശ്നം മാത്രം എടുത്തു പറഞ്ഞ് പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് പ്രതിപക്ഷ നേതാവ് വിവാദമാക്കി. തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിൽ എൻ്റെ പ്രതികരണം തെറ്റായ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചു. മാറാട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് വർഗീയ ധ്രുവീകരണം പ്രോത്സാഹിപ്പിക്കാനാണ് എന്ന വ്യാപക പ്രചരണം നടത്തി. ഇതിനുള്ള മറുപടി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 8/1/2026 വൈകുന്നേരം 5:30 പത്രസമ്മേളനത്തിൽ മാധ്യമ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് മറുപടിയായി സംശയാതീതമായി വ്യക്തമാക്കപ്പെട്ടു. അഭിപ്രായം പറയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഫ്രീഡം സ്പീച്ചാണത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച്. മാത്രവുമല്ല, വർഗീയതയ്ക്കെതിരായിട്ടുള്ള ആശയ പ്രചരണം അത് ഭരണഘടന 51(a)(e) കൃത്യമായി വ്യക്തമാക്കിയതാണ്. ഈ 2 സംരക്ഷണവും ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള ഈ 2 ആർട്ടിക്കിളിൽ പറഞ്ഞ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. ഭരണഘടനയുടെ 19 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫ്രീഡം ഓഫ് സ്പീച്ചാണ്. ആ ഫ്രീഡം ഓഫ് സ്പീച്ചിൽ ഒരു രൂപത്തിലും ആരെയും അപമാനിക്കുന്ന രൂപത്തിൽ എൻ്റെ ഭാഗത്തുനിന്നൊരു വിമർശനം ഉണ്ടായിട്ടില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51(a)(e) എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് ബ്രദർഹുഡ് amongst all the people of India transcending religious, linguistic and regional or sectional diversities. ഭരണഘടന അനുശാസിക്കുന്ന ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നിർവഹിക്കാനുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ കടമ മാത്രമേ ഞാൻ നിർവഹിച്ചിട്ടുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല സുപ്രധാനമായ കേസുകളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഡിഫൈമേഷൻ്റെ പേരിൽ എനിക്കയച്ച വക്കീൽ നോട്ടീസ് എനിക്ക് കിട്ടിയത് 9-ാം തീയതിയാണ്, ഇന്നലെ. അതിൻ്റെ മുമ്പ് തന്നെ ഈ നോട്ടീസ് ദൃശ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. എനിക്ക് കിട്ടുന്നതിന് മുമ്പ് എനിക്ക് രജിസ്റ്റേർഡായിട്ട് അയച്ചതാണ്. അഭിഭാഷക നോട്ടീസ് ഒരു സുപ്രധാന നിയമരേഖയാണ്. അതൊരു പ്രചരണായുധമായി ഉപയോഗിക്കാൻ പാടില്ല. അത് കിട്ടേണ്ട ആൾക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിച്ചത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നത് ആരാണെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിലുള്ള കർശനമായ പരിശോധന എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും.